ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരു നിർദ്ദേശിച്ച ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ആദ്യത്തെ ലക്ഷ്യത്തെക്കുറിച്ചാണ് നമ്മൾ സാമാന്യമായിട്ട് ഒന്ന് പഠിക്കുവാനായിട്ട്, വിശകലനം ചെയ്യുവാനായിട്ട് ശ്രമിച്ചത്. അതിനുശേഷമാണ് ഗുരു ശുചിത്വത്തെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ നമ്മളത് മുൻപ് പഞ്ചശുദ്ധിയെക്കുറിച്ച് നമ്മൾ സാമാന്യമായിട്ട് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ ശുചിത്വമാണ് ഒരു പ്രധാന വിഷയം. നമ്മളുടെ സ്കൂളുകളിലും കോളേജുകളിലും ഒന്നും തന്നെ ഈ ശുചിത്വത്തെക്കുറിച്ച് അത്ര അവബോധം നൽകുന്നില്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സന്ദർഭവും കൂടിയാണ്. നമ്മളെപ്പോഴും പൊതു സ്ഥലങ്ങളിലുള്ള ബാത്റൂമുകൾ, ശുചിമുറികൾ, അവിടെയൊന്നും ആരും തന്നെ അതിന് ശുദ്ധമായി സൂക്ഷിക്കുന്ന ഒരു പ്രവണത കാണുന്നില്ല. അത് മറ്റാരുടെയോ മാത്രം ഉത്തരവാദിത്വമാണ് അത് ശുദ്ധമായി സൂക്ഷിക്കേണ്ടത് എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത നമ്മളെ സ്വാധീനിക്കാൻ കാരണം? നമ്മളുടെ സ്വന്തം വീട്ടിലെ ശുചിമുറി പോലും നമ്മൾ ആരും തന്നെ കൃത്യമായിട്ട് ശുദ്ധമായി സൂക്ഷിക്കുന്നില്ല. നമ്മളത് ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? വീട്ടിലെ അമ്മയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പണമുള്ളവരാണെങ്കിൽ സെർവൻസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. സാധാരണ ആളുകളാണെങ്കിൽ അവർ വീട്ടിലെ അമ്മയുടെ ഉത്തരവാദിത്വമാണ് ഈ ബാത്റൂമുകളൊക്കെ ശുദ്ധമായി ക്ലീൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം. അമ്മയും അങ്ങനെ തന്നെ ധരിച്ചിരിക്കുകയാണ്, ഇതൊക്കെ എൻ്റെ ഉത്തരവാദിത്വമാണ്, ഇതൊക്കെ വൃത്തിയാക്കിയിടേണ്ടത്. എന്നാൽ മക്കൾ കുറച്ച് പ്രായമാകുമ്പോൾ, അവർക്ക് സ്വന്തം കാര്യം ചെയ്യാൻ പറ്റുന്ന ആ പ്രായത്തിൽ തുടങ്ങി ഈ കുഞ്ഞുങ്ങളെ ഈ ശുചിത്വബോധം, വീടും പരിസരവും ശുചിമുറിയും ഉൾപ്പെടെ അവരെയും ഈ അമ്മ ഇതൊക്കെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം. കാരണം ഓരോ വ്യക്തിയെയും സ്വാധീനിക്കുന്നത് അമ്മയാണ്. അപ്പോൾ സ്വന്തം മക്കളെ ആ രീതിയിലേക്ക് പാകപ്പെടുത്തിയെടുക്കുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ അവർ നോക്കും. ഇതേ മാനസികാവസ്ഥ തന്നെ പുറത്തേക്ക് പോകുമ്പോഴും അവർക്ക് ഉണ്ടാകണം, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അപ്പോൾ ആശ്രമത്തിൽ വന്നാലും, ക്ഷേത്രത്തിൽ പോകുമ്പോഴും, അതുപോലെ തന്നെ നമ്മൾ ഒരു ബസ് സ്റ്റാൻഡിലാണെങ്കിലും റെയിൽവേയിലാണെങ്കിലും എവിടെയൊക്കെ ആണെങ്കിലും ഈ ശുചിമുറികൾ അവരവർ ഉപയോഗിക്കുന്നത് കൃത്യമായ രീതിയിൽ ശുദ്ധമായി ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ ഇത്രയും വൃത്തികേടുകൾ ഉണ്ടാകില്ല. അതുകൊണ്ട് ശുചിത്വത്തെക്കുറിച്ച് ഗുരുവിൻ്റെ കാഴ്ചപ്പാട് വളരെ വിശാലമാണ്. അപ്പോൾ അതൊക്കെ അതിന് പറ്റിയ ആളുകളെ നമ്മൾ തീർത്ഥാടന സമയത്ത് വരുത്തുകയും ജനങ്ങളിലേക്ക് അവബോധം സൃഷ്ടിക്കുകയും ചെയ്യണം. അത് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് തന്നെ 1928 ഗുരു ഈ മനുഷ്യരോട് പറഞ്ഞു എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് കൃഷി ജീവരാശിയുടെ നട്ടെല്ലാണ് എന്ന് ഗുരു പറയുന്നുണ്ട്. ഇപ്പോൾ കൃഷി, ഇപ്പോൾ നമ്മൾ പൊതുവെ കേരളക്കാർ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് നമ്മളുടെ വെജിറ്റബിൾസും അരിയും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ നമുക്ക് സ്ഥലമില്ലാഞ്ഞിട്ടല്ല, കേരളത്തിൽ നമ്മളാരും അങ്ങനെ ജോലി ചെയ്യുവാനായിട്ട്, കൃഷി ചെയ്യുവാനായിട്ട് നമുക്കൊരു എന്തോ ഒരു കുറവ് പോലെയാണ്. നമ്മുടെ പഠിപ്പിന് അത് പോരാ, അതൊരു പോരായ്മ പോലെയാണ്. എന്നാൽ നമ്മൾ പഞ്ചാബ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ശ്രദ്ധിച്ചാൽ അറിയാം, എത്ര ഉന്നതമായിട്ടുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിലും അവർ കൃത്യമായിട്ടും അവരുടെ കൃഷിസ്ഥലങ്ങളിൽ അവർ കുറച്ച് സമയം ജോലി ചെയ്യും. അവർ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിപ്പുള്ളവരാണെങ്കിലും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു ചെറിയ മാറ്റമൊക്കെ വരുന്നുണ്ട്. എങ്കിൽ പോലും ഗുരു ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് കൃഷിക്ക് കൊടുത്ത പ്രാധാന്യം, നമുക്ക് എത്രയോ സ്ഥലം വെറുതെ കിടക്കുന്നു.
അപ്പോൾ ഓരോരുത്തരും ജോലിക്കാരെ വെച്ച് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അത്രമാത്രം ശമ്പളം, അവർ ജോലി ചെയ്യാതിരിക്കുക, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും നമ്മൾ കൃഷി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ആരോഗ്യത്തിന് നല്ലതാണ്, അന്തരീക്ഷത്തിന് നല്ലതാണ്, എല്ലാമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറണം, അറിവുള്ളവരായിരിക്കണം എന്ന് ഗുരു സൂചിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും അത് നമുക്ക് സാധിക്കട്ടെ. എവർക്കും നമസ്കാരം.